കുറെ അധികം റിക്വസ്റ്റ് വന്നിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ കണ്ണും പുരികവും എങ്ങനെ വരയ്ക്കാമെന്ന് ചോദിച്ചു. 2-3 രീതിയിൽ ഐസ് ആൻഡ് ഐബ്രോസ് വരയ്ക്കാറുണ്ട്. ഈ കാർട്ടൂൺസ് എല്ലാം വരയ്ക്കുന്ന സമയത്ത് ഫ്ലാറ്റ് ആയിട്ടുള്ള ഐബ്രോസുകളാണ് കൂടുതലും വരയ്ക്കാറുള്ളത്. ഏകദേശം ഈ ഒരു ഷേപ്പിലായിരിക്കും വരയ്ക്കാറുള്ളത്. ഇങ്ങനെ തന്നെയാണ് വരയ്ക്കേണ്ടത് എന്നല്ല, ഏകദേശം ഈ ഒരു മോഡൽ. ഇനി അനിമേ ടൈപ്പ് വരയ്ക്കുന്ന സമയത്ത് വേറൊരു രീതിയിലാണ്. ഈ അനിമെ വരയ്ക്കാൻ താല്പര്യമുള്ളവർക്ക് കമന്റ് ചെയ്താൽ മതി. അതിന്റെ ട്യൂട്ടോറിയൽസ് എല്ലാം നമുക്ക് വഴിയെ ചെയ്യാം. ഇനി നമുക്ക് കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള ഐസ് ആൻഡ് ഐബ്രോസ് വരയ്ക്കാം. ഈ ഐബ്രോ വരയ്ക്കുന്ന സമയത്ത് ഈ ഹെയർ ലൈൻസിന്റെ ആംഗിൾസ് വളരെയധികം ശ്രദ്ധിക്കണം. ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഈ ഒരു ആംഗിൾ ഫോളോ ചെയ്തിട്ടാണ് കൂടുതലും വരയ്ക്കാറുള്ളത്. ഈ ലൈൻസ് വരയ്ക്കാനായിട്ട് മീഡിയം ഹാർഡ് ബ്രഷ് ഉപയോഗിക്കാം. ബ്രഷിന്റെ സൈസ് മാക്സിമം ചെറുതാക്കിയിട്ട് വേണം ലൈൻസ് വരയ്ക്കാൻ. ഇങ്ങനെ വരച്ചു കഴിഞ്ഞതിന് ശേഷം ഈ ലൈൻസ് ഒന്ന് സോഫ്റ്റൻ ചെയ്തെടുക്കണം. ബ്ലെൻഡിംഗ് ബ്രഷിൽ ഈ സെയിം ബ്രഷ് തന്നെ നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ ഫോളോ ചെയ്തിട്ടുള്ള ആ സെയിം ആംഗിളിൽ തന്നെ സോഫ്റ്റൻ ചെയ്യാൻ ശ്രമിക്കുക. നെക്സ്റ്റ്, ഐസ്. കൺപീലികളുടെ ആംഗിൾ ഈ ഒരു ടൈപ്പ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഐബ്രോസ് വരച്ച സെയിം മെത്തേഡിൽ തന്നെയാണ് ഐലാഷസും വരച്ചെടുക്കേണ്ടത്. ഹെയർ ലൈൻസ് വരയ്ക്കുക, പതിയെ സോഫ്റ്റൻ ചെയ്തെടുക്കുക. കണ്ണുകൾ വരയ്ക്കുന്ന സമയത്ത് ഈ ഏരിയകളാണ് കൂടുതൽ വരയ്ക്കാറുള്ളത്. ഈ ഐബോൾസിൽ കൊടുക്കുന്ന കളേഴ്സ് എല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിന് തിരഞ്ഞെടുക്കാവുന്നതാണ്. റീസെന്റ് അപ്ലോഡ് ചെയ്ത അനിമേഷൻ വീഡിയോ ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആയി പറഞ്ഞു. ആ വീഡിയോ കണ്ട് ചെയ്ത് എനിക്ക് അയച്ചിട്ടുള്ള ഒരു അനിമേഷൻ ആണിത്. അതുപോലെ ക്യാൻവാസിൽ ടെക്സ്ചർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന വീഡിയോ കണ്ട് അത് ചെയ്ത് എനിക്ക് അയച്ചിരുന്നു. ട്യൂട്ടോറിയൽസ് എല്ലാം മനസ്സിലാവുന്നുണ്ട്, ഹെൽപ്ഫുൾ ആണെന്ന് കമന്റ് ആയും മെസ്സേജ് ആയും അറിയിച്ചതിന് വളരെയധികം നന്ദി. ഐ ആം ഓക്കെ.